ഈ സ്പോൺസർ ഇല്ലാതെ ദുബായിൽ ബിസിനസ് ആരംഭിക്കാൻ കഴിയുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ദുബായ് പറയുകയാണെങ്കിൽ വളരെയധികം ഓപ്പൺ ആക്കിക്കൊണ്ട് വളരെ ലിബറൽ ആക്കിക്കൊണ്ട് നിയമങ്ങൾ മാറ്റപ്പെടുകയും പുതിയ നിയമപ്രകാരം അമെൻമെന്റ് പ്രകാരം 2018 ദുബായിന്റെ ഒരു അമെൻമെന്റ് വരുന്നത്. ദുബായിന്റെ അമെൻമെന്റ് എന്നല്ല, ഫെഡറൽ സിസ്റ്റമാണ് ഒരു അമെൻമെന്റ് ഉണ്ടാക്കുക. അപ്പം മിനിസ്ട്രി ഓഫ് എക്കണോമിയാണ് അത് ആ റൂള് ഉണ്ടാക്കുന്നത്. അപ്പം മിനിസ്ട്രി ഓഫ് എക്കണോമിയുടെ റൂള് വരികയും ഇപ്പോൾ UAE ബിസിനസ് തുടങ്ങാനായിട്ട് ഒരു സ്പോൺസർ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. അപ്പം നമുക്ക് 100% ഓണർഷിപ്പിൽ ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥാപനം, എൻ്റെ ഈ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന കമ്പനി, അതെനിക്ക് ദുബായിൽ തുടങ്ങുമെന്നുണ്ടെങ്കിൽ അറബി സ്പോൺസർ ആകണ്ടെന്ന് അർത്ഥം? വേണ്ട. ഇല്ലാതെ തന്നെ നമുക്ക് 100% ഓണർഷിപ്പിൽ തുടങ്ങാം, ചെയ്യാൻ പറ്റും. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് കമ്പനി തുടങ്ങാം, ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റും. ഇതേ സംഭവം തന്നെ UAE ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന് തുടങ്ങാൻ നേരത്ത് അതിനെ സിംഗിൾ ഓണർ കമ്പനി എന്നാണ് വിളിക്കുക. LLC തന്നെ ആയിരിക്കും, പക്ഷെ ആ ലൈസൻസ് എടുത്ത് നോക്കാൻ നേരത്ത് സിംഗിൾ ഓണർ എന്നുണ്ടാവും.